ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. റിബല് സുപരിചിതമായ പദമാണ് നമുക്ക്. ഇന്ന് കുറച്ച് പ്രതിലോമ നെഗറ്റീവൊക്കെ ആയിട്ട് ആ പദം ഉപയോഗിക്കപ്പെടുന്നെങ്കിലും അതിൻ്റെ ചരിത്രമോ വികാസമൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഫ്രഞ്ച് എത്തിമോളജിയിൽ നിന്നാണ് ഈ പദം രൂപപ്പെടുക. റീയധികം ബെല്ലോന്ന് വേണമെങ്കിൽ പിരിച്ചെഴുതാം. റീ വീണ്ടും രണ്ടാം വട്ടം എന്നൊക്കെ അതിൻ്റെ സൂചന നമുക്കറിയാം. ആവർത്തി, റീക്യാപ്പ്, റീസ്പെക്റ്റ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ബെല്ലോ സമരമുഖത്തിലായിരിക്കാൻ, യുദ്ധത്തിലായിരിക്കാൻ എന്നുള്ള ഐ വേജ് വാർ, വിശേഷിച്ചും നിലനിൽക്കുന്ന ചില സമ്പ്രദായങ്ങൾക്കെതിരായിട്ട് നിരന്തരം സമരമുഖങ്ങളിലായിരിക്കാനുള്ള ഒരാൾ, പ്രേരണയുള്ള ഒരാൾ, അയാളെ വിളിക്കുന്ന വാക്കാണ് റിബൽ. ഇപ്പോൾ അത് കുറച്ച് ഫലിതമൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്നുണ്ടാവും. കച്ചേരി കഴിയുമ്പോൾ ഉറക്കെ എഴുന്നേറ്റ് നിന്ന് പോകുന്ന ഒരാളോ, അധ്യാപനെ കാണുമ്പോൾ മുണ്ടുമടക്കി കുത്തുന്ന മറ്റൊരാളോ, വൺ വേയിൽ എതിരെ വണ്ടി ഓടിച്ചു വരുന്നതിന് ഒക്കെ വേണമെങ്കിൽ ഇന്ന് റിബലെന്ന് പരിഹാസപൂർവ്വം പറയുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ലത്. അത് വളരെ സർഗാത്മകമായ, വളരെ ജാഗ്രതയുള്ള, വളരെ മനുഷ്യപ്പറ്റുള്ള ഒരാൾക്ക് കിട്ടേണ്ട പേരാണ്, കൊടുക്കേണ്ട പേരാണ്. ആൽബർട്ട് ക്യാമ്യു ആണ് ആ പേരിൽ ഒരു ദീർഘമായ പ്രബന്ധം പോലും എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരും നമുക്കറിയാം, റിബൽ. ആ പുസ്തകം ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ലോകചിന്തയിൽ തന്നെ. അബ്സർഡ് തിയേറ്ററിനൊക്കെ വളരെ സഹായിച്ചത് ആ ഒരു ചിന്താധാരയാണെന്നൊക്കെ ഗണിക്കപ്പെടുന്നു. നിരന്തരം ഉണർന്നിരിക്കുന്ന ഒരാൾ, അയാളുടെ ആ സൃഷ്ടിപരമായ കലാപം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു പദത്തെ ചുരുക്കി എഴുതാവുന്നേ ഉള്ളൂ. ഈ നിരന്തരം ഉണർവിലായിരിക്കുക, ജാഗ്രതയിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കാര്യങ്ങൾ എല്ലാ കാലത്തും എല്ലാം ഭംഗിയാവണമെന്നില്ല. നടപ്പ് രീതി കൊണ്ട് പലതിനുമായി നമ്മൾ സമരസപ്പെട്ട് ജീവിക്കുകയാവാം. അപ്പം ഇതിന് മറ്റൊരു ചിന്താധാര സാധ്യമാണ്, ഒരു സമാന്തര ലോകം സാധ്യമാണെന്നൊക്കെ സങ്കല്പിക്കുന്ന മനുഷ്യരാണ് വാസ്തുലി റിബല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ വല്ലാത്ത ഉണർവില്ല. ഡിമെല്ലോ, ആൻ്റണി ഡിമെല്ലോ ജസ്റ്റിഡ് വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങൾ നമുക്കറിയാം. സോങ് ഓഫ് സോങ് ഉണ്ട്, പ്രയർ ഓഫ് ദ ഫോഗ് ഉണ്ട്, സാധന, എബേ ടു ഗോഡ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇത്തരം പുസ്തകങ്ങളുടെ ഇടയിൽ എവിടെയോ വായിച്ചൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ യേശു പള്ളി വരിക, അന്ന് മുഴുവൻ വിശ്വാസികളോടൊപ്പം ചെലവഴിച്ചു. അന്ത്യമായപ്പോൾ തങ്ങളുടെ വീടുകളിലേക്ക് വരാനായിട്ട് ഓരോരുത്തരും അവനെ വിളിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞില്ല, ഞാൻ ഈ പള്ളി ചെലവഴിച്ചോളാം. യേശുവിന് പറ്റിയ സ്ഥലം പള്ളി തന്നെ ഗണിച്ചിട്ട് ഓരോരുത്തർ മടങ്ങിപ്പോയി. പുലരിയിൽ അവനെ കാണാനുള്ള ആഗ്രഹത്തിൽ വളരെ വെളുപ്പിനെ ഇവരിങ്ങനെ ഓടിയെത്തുക. അപ്പോഴേക്കും പള്ളിയുടെ പുറത്ത് ആരൊക്കെ എന്തൊക്കെ കുത്തിക്കോറി ഇട്ടിട്ടുണ്ട്. അമ്പരന്ന് കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടികൾ കുത്തിവരക്കുന്ന കണക്കിങ്ങനെ ഭിത്തി മുഴുവൻ എന്തോ കുത്തി എഴുതിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും അത് ആ രാത്രിയിൽ ആ പള്ളിയിൽ ചിലവഴിച്ച യേശുവിനെ കാണാനുമില്ല. യേശുവിൻ്റെ തന്നെ ഒരു കാര്യമായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഒരടുത്ത് ചെന്നിട്ട് എന്താണ് അവിടെ നിന്ന് എഴുതാനായിട്ട് ശ്രമിച്ചതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരൊറ്റ വാക്ക് മാത്രം. ആ വാക്കിതാണ് ബിവെയർ, ജാഗ്രത, ശ്രദ്ധിക്കുക. അതാണ് ഈ പള്ളിയുടെ പുറത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, പള്ളി അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, തൂണുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്, അൽത്താരയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും അത് കണക്കിന് നിലനിൽക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിന് നവീകരണം, പുതുക്കുക ആവശ്യമില്ലേ? അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം, നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളൊക്കെ മൃതമാവില്ലേ എന്നൊക്കെ ഒരു ഭീതി ഉണ്ടാവും വാക്കിനകത്ത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ കാലത്തോട് തെല്ല് കലഹിച്ചേ പറ്റും. എല്ലാവരും ആ കലാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാ മതാചാര്യന്മാരും വാസ്തവത്തിൽ തങ്ങളുടെ കാലത്തെ ആ മതസങ്കല്പങ്ങൾക്കെതിരായി കലാപം ആരംഭിച്ചുകൊണ്ട് ബുദ്ധ എന്ന അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയൊക്കെ പദമായിട്ട് നമ്മൾ ആ ഗുരുവിനെ വിവക്ഷിക്കുമ്പോഴും വാസ്തവത്തിൽ എന്തൊരു കലാപമായിരുന്നു ആ മനുഷ്യൻ്റെ കാലത്തിലുണ്ടാക്കിയത്. ഒരു സാധാരണ ആ കാലത്തെ മതവിശ്വാസത്തിന് ഈ വ്യക്തിയെ താങ്ങാൻ പോലും പറ്റുമായിരുന്നില്ല. ഇത് കണക്ക് ഏതൊരു നാട്ടിലുണ്ടായ പുതിയ മതവിചാരങ്ങളുടെയോ ഗുരുവിചാരങ്ങളുടെയോ പൊടിപ്പുകളിൽ ഇത്തരം റിബലെന്ന് പറയുന്നൊരു വിചാരം ഇങ്ങനെ അന്തർധാരയായിട്ട് കഴിയുന്നുണ്ട്. സമൂഹത്തിൽ ഈ റിബലുണ്ടാക്കിയ വ്യത്യാസങ്ങളോ, ദണ്ഡി യാത്ര നടത്തുന്ന ഗാന്ധി, എന്ത് ഭംഗിയായിട്ടാണ്, എന്ത് സൃഷ്ടിപരമായിട്ടാണ് നിലനിൽക്കുന്ന ചില നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ തലയെടുപ്പോടുകൂടിയും ശിരസ് വല്ലാത്ത ആത്മവിശ്വാസത്തോടും പുരുഷനിണങ്ങുന്ന ഭാവങ്ങളോടുകൂടി ആ കള്ളത്തിലേക്ക് നടന്നു പോകുന്നത്. എല്ലായിടത്തും ഈ തരം റിബലുകൾ
വലിയ വിമോചന സ്വഭാവമുള്ള ആൾക്കാരാണ്. യേശുവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പദങ്ങൾ ഉപയോഗിക്കണോ ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും ഒരുപക്ഷെ ആ പദം യേശുവിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാനായിട്ട് ഒരു പക്ഷേ സഹായകരമാവുന്നൊരു വാക്കാണ്. നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലോ പറയുന്ന അർത്ഥത്തിലോ അതങ്ങനെ അല്ലെങ്കിൽ പോലും യേശു തൻ്റെ കാലത്ത് എന്തുമാത്രം ഇങ്ങനെ സൃഷ്ടിപരമായിട്ട് കലഹിച്ച മനുഷ്യനാണ്. നിരന്തര സംരംഭത്തിലായിരുന്ന ആളാണ്. ആ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പദം ഒരുപക്ഷെ യേശുവിനും വഴങ്ങിന്നിരിക്കും. എല്ലാത്തിനോടും കലാപത്തിലായിരുന്നു. അക്കാലത്ത് അധികാരത്തോട് കലാപത്തിലായിരുന്നു. ഒരിക്കലും ഇങ്ങനെ രാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനൊന്നും ഒരു തരത്തിലും കാര്യമായിട്ട് വിധേയപ്പെടുകയോ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ കുനിയും ജീവിക്കുകയോ ഊതുവീർപ്പിച്ച ഒരു തരം ദേശീയതയിലൊന്നും പെട്ടുപോയ ഒരാളായിരുന്നില്ല അത്. രാജാവിനെ പോലും, ഭരിക്കുന്ന രാജാവിനെ പോലും കുറുക്കെന്ന് വിളിക്കാനായിട്ട് ധൈര്യം കാണിച്ച ഒരാളാണ്. അതിനും ഇതായിട്ട് റോമയുടെ ഭരണകൂടം ഉണ്ടായിരുന്നു. റോമ ഏതാണ്ട് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ആ 3/2 കീഴ്പ്പെടുത്തിയെന്ന് സ്വയം ഹോങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു. ചക്രവർത്തി എന്ന് പറയുന്നത് ഇങ്ങനെ കൃത്യമായ ദൈവമായിട്ട് പോലും അവരോധിക്കപ്പെട്ട കാലമാണ്. യേശുവിൻ്റെ തന്നെ സംസ്കാരത്തിൽ സീസറിന് വേണ്ടി ഉണ്ടാക്കിയ ദേവാലയങ്ങളുണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ വെച്ചിട്ട് യേശുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സീസറിന് കപ്പം കൊടുക്കുന്ന വേണ്ടയോ ഇല്ലയോ? അപ്പോൾ യേശു പറഞ്ഞ മറുപടി പോലും നമുക്കിണങ്ങിയ മട്ടിൽ എന്തുമാത്രം ചെറുതാക്കി മാറ്റി, എന്തുമാത്രം നമുക്കിണങ്ങിയ മട്ടിൽ വ്യാഖ്യാനം ചെയ്യുന്നവർക്ക് ഓർക്കുമ്പോൾ തെല്ല് ലജ്ജാഭാരം അനുഭവപ്പെടുന്നില്ല. യേശു പറഞ്ഞ വാക്കിതാണ്, നിങ്ങൾ കപ്പം കൊടുക്കുന്ന നാണയം കാണട്ടെ. എന്നിട്ട് അവരാ നാണയം കാണിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, സീസറിനുള്ള സീസറിന്, ദൈവത്തിനുള്ള ദൈവത്തിൻ്റെ. എന്താ എൻ്റെ സൂചന? ഈ നാണയത്തിനകത്ത് ആരാണോ ഈ നാണയം അടിച്ചത് അയാളുടെ അടയാളം മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കമട്ടത്തിൽ അയാളുടെ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാണയം പിടിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഉള്ളിൽ ആരുടെ മുദ്രയാണ് ഉള്ളത്? ഒരു സാധാരണ യഹൂദന് ഏറ്റവും പരിചിതമായ ഒരു വേദപുസ്തക ഭാഗം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഛായയിൽ സദസ്സിൽ സൃഷ്ടിച്ചെന്നുള്ള ഗോഡ് ക്രിയേറ്റഡ് മാൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അങ്ങനെയെങ്കിൽ നാണയം രൂപപ്പെടുത്തിയ സീസറിൻ്റെ മുദ്ര ആ നാണയത്തിലുള്ളത് കണക്ക് ഈ നാണയം കൈവെള്ളി നിൽക്കുന്ന നിൻ്റെ ചങ്കിൽ ആരുടെ മുദ്രയാണ് ഉള്ളത്? ആരുടെ അടയാളം ഉള്ളത്? നാണയം സീസറിന് അവകാശപ്പെട്ടതാണെങ്കിൽ നീ ആത്യന്തികമായിട്ട് ഈശ്വരന് മാത്രം അവകാശപ്പെട്ടെന്ന് പറയുന്ന വലിയ സ്വാതന്ത്ര്യ വാക്കായിരുന്നു പിന്നീട് എല്ലാത്തരം അധികാരങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട്. അതെന്തുമാത്രം ഏകാധിപത്യ സ്വഭാവമുള്ളതായിക്കൊള്ളട്ടെ, എന്തുമാത്രം ചൂഷണ സ്വഭാവമുള്ളതായിക്കൊള്ളട്ടെ, അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ പോലും പിന്നീട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മട്ടിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത്. എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ഇത്, സീസണിലോ സീസണിന് ദൈവത്തിലുള്ള ദൈവം. വലിയ ലിബറേഷനാണ് അത്, വലിയ വിമോചന സ്വഭാവമുള്ള വാക്കാണ്. അപ്പം തൻ്റെ കാലത്ത് ഒരുപക്ഷെ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന, മനുഷ്യനെ കുനിഞ്ഞടക്കാൻ പ്രേരിപ്പിച്ചിരുന്ന എല്ലാ നുഖങ്ങൾക്കെതിരായിട്ടും നിരന്തരം സമരമുഖത്തിലായിരുന്ന ഒരാളെന്ന് മട്ടിൽ യേശുവിനെ വായിക്കുന്നത് നല്ലൊരു വായനയാണ്. അത്തരം വായനകൾ കൃത്യമായിട്ടൊരു കാലഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കും വിമോചന ചായ്വുകൾക്കും പെട്ടെന്ന് എന്തോ ഒരു മയക്കം സംഭവിച്ചിട്ടുണ്ട്. അത് പഴുത് കണക്ക് അത്രയും കൃത്യതയോ മൂർച്ചയോ പുലർത്തുന്നില്ല. അപ്പോൾ അത്തരം വായനകൾ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു വിമോചന സ്വഭാവമുണ്ട്. എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റുക എന്നുള്ളതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. യെശയ്യാ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപവാസം? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപവാസം എന്ന് പറയുന്നത് ഈ നുഖങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ള, മനുഷ്യനെ ഇങ്ങനെ മൃഗത്തെ കണക്ക് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, ശിരസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന, തോളലൊടിയാനായിട്ട് പ്രേരിപ്പിക്കുന്ന, നുഖങ്ങളുള്ളിടത്തോളം കാലം ഇങ്ങനെ തനിക്ക് ആരാധന പോലും ആവശ്യമില്ലെന്ന് പറയുന്ന ആ ദൈവസങ്കല്പത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ഗുരുവിൻ്റെ പേരായിരുന്നു യേശു. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഉടനീളം കലഹിച്ച് ഇങ്ങനെ മതത്തിൻ്റെ ശാഠ്യങ്ങൾക്കെതിരായിട്ട്, മതത്തിൻ്റെ നിയമങ്ങൾക്കെതിരായിട്ട് എന്ത് കൃത്യമായിട്ടാണ് ഇങ്ങനെ ആ കാലത്തെ ആ മതത്തെ നിർണ്ണയിക്കുന്നവർ, മതത്തിൻ്റെ ആചാര്യന്മാരൊക്കെ അദ്ദേഹം ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്തുമാത്രം നിശിതമായിട്ടാണ്, എന്തുമാത്രം കഠിനമായിട്ടാണ്, എന്തുമാത്രം തിരികെ വിളിക്കുന്ന രീതിയിലാണ്. ഉടനീളം ആ മതമായിക്കൊള്ളട്ടെ, സ്ഥാപിതമായ അധികാരങ്ങളായിക്കൊള്ളട്ടെ, നിലവിലുള്ള ചട്ടങ്ങളായിക്കൊള്ളട്ടെ, ഇവയ്ക്കൊക്കെ ഒരു വ്യത്യാസം ആവശ്യമുണ്ടെന്ന് കരുതി നിരന്തരം ഇങ്ങനെ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാൻ സമരമുഖത്തിലായിരുന്ന ഒരാൾ എന്ന നിലയിൽ ഒരുപക്ഷെ ആ റിബൽ എന്ന വിശേഷണം യേശുവിനും വഴങ്ങിന്നിരിക്കും. അങ്ങനെ അത്രയും ഇങ്ങനെ റിബൽ ജീവിതമുണ്ടായിരുന്ന, അത്രയും ഇങ്ങനെ തിരുത്തലിൻ്റെയും പൊളിച്ചെഴുത്തിൻ്റെയും ജീവിതമുണ്ടായിരുന്ന യേശുവിൻ്റെ ഒരു തിരുവചനം ഒന്നിത്തിരി പഠനാർഹമായൊരു ഒന്നാണെന്ന് കരുതിയിട്ട് അതിനൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഇതേ യേശു തന്നെ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിയമങ്ങളെ പ്രവാചകന്മാരെ ഇല്ലാതാക്കാമെന്നാണ്. അല്ല, മറിച്ച് അവയെ പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ഒരാളാണ്. ഇതിനകത്തുനിന്ന് ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറുന്നില്ല. അങ്ങനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ആൾ
സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിട്ട് പരിഗണിക്കപ്പെടുന്നൊക്കെ യേശു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം മാത്യുവിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുക. ഇതെങ്ങനെയാണ് ഒത്തുപോവുക? ഒറ്റ നോട്ടത്തിൽ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടിരുന്ന ഒരാൾ. വിശേഷം നമുക്കറിയാം, ഈ സാബത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ യേശു ലംഘിച്ചൊരു രീതിയുണ്ട്. യേശു സൗഖ്യപ്പെടുന്നതിനകത്തും യേശു മനുഷ്യരുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നതിനകത്തും അക്കാലത്തെ മതത്തിന് യാതൊരു തർക്കമില്ലായിരുന്നു. പക്ഷെ അവരുടെ ആകപ്പാടുള്ള വിഷമം, നീ എന്തുകൊണ്ട് ഇത് സാബത്തിന് ചെയ്യുന്നുള്ള. അപ്പോൾ ആ കൃത്യമായിട്ട് ആ സാബത്തിന് എതിരായിട്ടൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ശാഠ്യം പുലർത്തുന്ന ഒരാൾ. സാബത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ യഹൂദരുടെ നിയമത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു. എന്തിനായിരിക്കണം യേശു ഇങ്ങനെ ബോധപൂർവ്വം സാബത്തിനെ ലംഘിച്ചത്? അതുകണക്കുള്ള എല്ലാ ചടങ്ങുകളെയും ശേഷം ഇങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഷാളനം എന്ന് പറയുന്ന റിലീജിയസ് ആയ ചില റിച്വൽ വാഷിങ്സ് ഉണ്ട്. അതിലൊന്നും ഇവർ ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കൈകഴുകി ഭക്ഷിക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഒരു ശുദ്ധിയുടെയൊക്കെ കാര്യം മാത്രമാണ്, കുറച്ച് ഹൈജീനിക്കായിട്ട് ജീവിക്കുന്നതിൻ്റെ കാര്യം മാത്രം. അതല്ല, അതിങ്ങനെ ഒത്തിരി ചടങ്ങുകളുടെ സംഭവമാണ് ഈ കൈകഴുകി ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത്. അതൊരു മതപരമായ പരിവേഷമുള്ള മതപരമായ ചടങ്ങിൻ്റെ ഭാഗമാണ്. ഇതിനെയൊക്കെ ബോധപൂർവം നിഷേധിച്ചിരുന്ന, മതം വളരെ ഗൗരവമായിട്ട് എടുത്ത് ഇന്ന് ഉപവാസത്തെ മണവാളം കൂടെയുള്ള ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് തിരുത്തിയ യേശുവിന് സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ഇതിനകത്ത് വല്ലാത്തൊരു വൈരുദ്ധ്യമില്ലേ? ആ വൈരുദ്ധ്യം ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ബൈബിൾ പഠിച്ചിരുന്ന ചിലരെങ്കിലും വിചാരിച്ചിരുന്നു ഇത് വാസ്തവത്തിൽ യേശു പറഞ്ഞ വാക്കാവില്ല. മത്തായി സുവിശേഷകൻ ഇങ്ങനെ യേശുവിൻ്റെ അത്തരങ്ങളിലേക്ക് വെച്ചാന്ന് പറയാം. കാരണം മത്തായി സുവിശേഷം പ്രധാനമായിട്ടും എഴുതുന്നത് ഇങ്ങനെ യഹൂദ സംസ്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ യഹൂദ സംസ്കാരത്തെ ഓട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലും അവർക്ക് താങ്ങാനാവാത്ത, വല്ലാതെ ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട യേശുവിനെക്കുറിച്ച് ആ ഭേദപ്പെട്ടൊരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി മാത്യു ഇങ്ങനെ ബോധപൂർവം നമ്മുടെയൊക്കെ ഭാഷ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്താന്നൊക്കെ മറ്റുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത്. അത് അല്പം പോലും എങ്ങനെ ശരിയോ വസ്തുതകൾക്ക് നിരക്കുന്ന ഉള്ളതല്ല. വെറുതെ ഒരു ആ ചിന്തകരുടെ കുറുമ്പായിട്ടോ കുസൃതിയായിട്ടോ മാത്രം കരുതിയാൽ മതി. ഇത് ആ സ്വഭാവത്തിൻ്റെ ടോൺ കൊണ്ട്, ആ ഭാഷയുടെ ടോൺ കൊണ്ട്, ടെക്സ്ചർ കൊണ്ടൊക്കെ ഇങ്ങനെ യേശുവിൻ്റെ തന്നെ കൃത്യമായ വാക്കാണ്. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എല്ലാ പഠനങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചിങ്ങനെ എക്സെപ്ഷണലായ ചില വിചാരങ്ങളാണ്. അപ്പം അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കണം ഈ നിയമം ലംഘിച്ച ആൾ നിയമം പൂർത്തിയാക്കുക എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് ശരിയാവുക? ഒരേ കാര്യത്തിന് ലംഘനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതങ്ങനെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാൻ പറ്റും എന്തൊരു വൈരുദ്ധ്യമാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഈ നിയമങ്ങളിലെ പൂർണ്ണിമയെന്നുള്ളതാണ് ശരിയായ ആ ധ്യാന വിചാരം. എന്താ ഈ പൂർണ്ണിമയെന്ന് പറയുന്ന വാക്ക് തന്നെ? പൂർണ്ണിമയെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ സ്നേഹപൂർണ്ണിമയാണ്. വേദപുസ്തകത്തിൽ യേശു ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിലെ പൂർണ്ണസങ്കല്പം എന്ന് പറയുന്നത് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്? ഈ പെർഫെക്റ്റ് ലൈക്ക് മൈ ഹെവൻലി ഫാദർ. എന്താ അതിൻ്റെ അർത്ഥം? അവിടുത്തെ കരുത്തോ, അവിടുത്തെ ബലമോ, അവിടുത്തെ ആ ഓമിനി പ്രസൻസോ, ഓമിനി പൊട്ടൻസോ ഒന്നുമല്ല. അത് വാസ്തവത്തിൽ ഇങ്ങനെ അവിടുത്തെ സ്നേഹത്തിൽ കണക്ക്, അവിടുന്ന് സ്നേഹിക്കുന്ന കണക്ക് നിങ്ങളിങ്ങനെ സ്നേഹത്തിലായിരിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണെങ്കിൽ ദൈവത്തെ കണക്ക് പരിപൂർണ്ണമാവുക. അപ്പം ഇങ്ങനെ സ്നേഹപൂർണിമ എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ മനസ്സിലെ പൂർണ്ണതാ സങ്കല്പം. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ യേശു നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പറഞ്ഞ് ഞാനിത് പൂർത്തിയാക്കാന്നുള്ള അർത്ഥം. ശാപത്തിലൊക്കെ സംഭവിക്കുന്നത്, ശാപത്തിലും നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? സ്നേഹമായിരുന്നു അടിസ്ഥാന നിയമം. ആ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ശാപത്ത് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഒരു മൃഗം, വളർത്തുമൃഗം കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നാളേക്ക് വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശാപത്തിൽ നന്മ ചെയ്യുന്നതിന് എന്നോട് കലഹിക്കുന്നത്? അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നൊരു അടിസ്ഥാന നിയമത്തിൻ്റെ മീതെ മറ്റു നിയമങ്ങൾക്കൊന്നും സാധുതയില്ല. അല്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്ന നിയമമായിട്ട് പൊരുത്തപ്പെടാത്ത നിയമങ്ങൾക്ക് നിലനിൽക്കാൻ അവകാശമില്ലെന്ന് യേശു കരുതി. നിയമം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് മനസ്സിലോർമ്മിക്കുന്നത് നല്ലതാണ്. ഒരു 4 തരത്തിലാണ് അക്കാലത്ത് അവൻ്റെ കാലം ആ നിയമം എന്ന് പറഞ്ഞ പദത്തെ ഉപയോഗിച്ചിരുന്നത്. ഒന്ന് സ്വാഭാവികമായിട്ട് 10 കൽപ്പനകൾ, രണ്ടാമതായിട്ട് 5 ഗ്രന്ഥങ്ങൾ, ആ പഞ്ചഗ്രന്ഥികൾ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം. അതിങ്ങനെ ആ വേദപുസ്തകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഇവർ ഗണിച്ചിരുന്നു. പിന്നെ നിയമം പ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ പഴയ നിയമം എന്ന് പറയുന്ന അവരുടെ മുഴുവൻ വേദപുസ്തകം, ആ സംസ്കാരത്തിൻ്റെ മുഴുവൻ വേദപുസ്തകം. ഈ 3 കാര്യങ്ങളും അല്ല യേശു തിരുത്താനായിട്ട് ശ്രമിച്ചു. ഈ 3 കാര്യങ്ങൾക്കകത്ത് യേശു ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ദൈവനിവേശിതമായ കാലാകാലങ്ങളായിട്ട് കൈമാറ്റപ്പെട്ട ആ സഞ്ചിത വിസ്മയത്തിൻ്റെ മീതെ, സഞ്ചിത വിജ്ഞാനത്തിന് മീതെയായിട്ട് യേശു ഒരു തിരുത്തലും നടത്തിയിട്ടില്ല. യേശു കലഹിച്ചതും
ശകാരിച്ചതും അങ്ങനെ വരുമ്പോൾ ശാപത്തിൽ ഭാരം എടുക്കാൻ പാടില്ലെന്നൊരു വാക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഇത്രയേ ഉള്ളൂ, എന്താണ് ഭാരം? എന്താ ഈ ഭാരത്തിൻ്റെ അളവ്? സത്യം പറഞ്ഞാൽ അയുക്തിയുള്ള യാതൊരു തരത്തിലും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ വളരെ ഗൗരവമായ ചർച്ചകളുടെ പേര് പോവുകയാണ്. ഇപ്പോൾ വന്ന് എന്തുമാത്രം ഭാരം ഒരാൾക്ക് എടുക്കാൻ പറ്റും? അതിനകത്ത് നടക്കുന്ന ചർച്ചകളൊക്കെ വളരെ കൗതുകമുള്ള ചർച്ചകളാണ്. ഒരു വിളക്കെടുത്ത് നിങ്ങൾക്ക് ഈ വശത്തേക്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ? ഒരു വെപ്പ് പോലും വെക്കാൻ പറ്റുമോ? തലയിൽ വിഗ് വെക്കാൻ പറ്റുമോ? ഇതൊക്കെ ഭാരമല്ലേ? അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് ചിരി ഉണർത്തുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ 4ാമത്തെ പ്രതലമാണ് യേശു തിരുത്താനായിട്ട് ശ്രമിച്ച, അല്ലെങ്കിൽ യേശു പൊളിച്ചെഴുതാനായിട്ട് ശ്രമിച്ച ഒരു പ്രതലം. മനുഷ്യർ രൂപപ്പെടുത്തിയ തങ്ങളുടെ ശാഠ്യങ്ങൾ, മനുഷ്യ സ്നേഹത്തിനും കരുണയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾക്കകത്തൊക്കെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ടെന്ന് അവിടുന്ന് കരുതി. ആ 4th ഫേസിനകത്താണ് നമ്മൾ നിശ്ചയമായിട്ടും യേശുവിൻ്റെ ഈ പറയുന്ന മുഴുവൻ ആ പൊളിച്ചെഴുത്തിലും കാണുന്നത്. പൗലോസുമൊക്കെ ശകാരിച്ച് ശടിച്ച് ഇതിനെതിരായിട്ടാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് യേശുവാണ് നിയമങ്ങളുടെ അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ് യേശുവിലൂടെ ശേഷം നിയമങ്ങളില്ല എന്ന മട്ടിലൊക്കെ പൗലോസ് പറയാൻ കാരണം ഈ പറഞ്ഞ സ്ക്രൈബൽ ലോ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ പാലിക്കാനും അതിന് വ്യാഖ്യാനം കൊടുക്കാനും ഒരു സംഘം സമൂഹമുണ്ടായി. അവർ സ്വയം വളരെ പ്രധാനപ്പെട്ടവരായിട്ട് ഗണിച്ചു. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇണങ്ങിയ മട്ടിൽ കൃത്യമായിട്ട് ജീവിക്കുന്ന വേറൊരു സംസ്കാരം കൂടെ, അതാണ് ഈ ഫരിസേയർ എന്ന് പറയുന്നത്. ഫരിസേയർ എന്ന് പറയുന്ന വാക്ക് നമ്മളിപ്പോൾ ഈ ഹിപ്പോക്രറ്റിക്കായ മനുഷ്യർക്ക്, കപടനാട്യക്കാരായ മനുഷ്യർക്ക് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഫരിസേയർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും ഏതാണ്ട് ആ മട്ടിൽ മാറിയിട്ടുണ്ട്. പക്ഷെ അതല്ല ഇതിൻ്റെ അർത്ഥം. ഈ നിയമങ്ങളെ അണുവിട വ്യത്യാസമില്ലാതെ പാലിക്കാൻ ശ്രമിച്ച ഒരു സമൂഹത്തിൻ്റെ പേരാണ് ഫരിസേയ സമൂഹം. അപ്പോൾ ആ 4th ഫേസിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ ഒരു പൊളിച്ചെഴുത്ത്, മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത കരുണയില്ലാത്ത കാര്യങ്ങൾക്ക് അതൊരു പൊളിച്ചെഴുത്ത് വേണമെന്ന് യേശു കരുതി. അപ്പോൾ നിയമങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിയമത്തിലേക്ക് സ്നേഹം കൊണ്ടുവരാനുള്ള ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങൾക്കകത്ത്, നിയമനിർവഹണത്തിനകത്തും നിയമപാലനത്തിനകത്തുമൊക്കെ ഈ സ്നേഹമുണ്ടെന്നുള്ള പ്രശ്നം. പലപ്പോഴും നിയമത്തിനും നീതിക്കുമൊക്കെ ഇങ്ങനെ കണ്ണു കാണാൻ പാടില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. നീതിയുടെ പ്രതീകം പോലും ഇങ്ങനെ കണ്ണുകെട്ടിയ ഒരു ദൂതൻ്റെ അടയാളമാണ്. അതാണല്ലോ കാലാകാലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ. അങ്ങനെ വരുമ്പോൾ ബാങ്ക് ജപ്തി നോട്ടീസ് ആയിട്ട് വരുന്ന അമീന് അകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ സങ്കടം മനസ്സിലാവില്ല. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ടൊരു ചെറിയ പട്ടയത്തിന് വേണ്ടി ഇങ്ങനെ വിഷമിച്ചും അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വയോധിൻ്റെ വേദന മനസ്സിലാവില്ല. ഒരു ചെറിയൊരു ക്ലറിക്കൽ എറർ ഉണ്ടായതിൻ്റെ പേരിൽ കൃത്യമായിട്ട് തനിക്ക് ലഭിക്കേണ്ടി വരുന്ന വിധവാ പെൻഷൻ കിട്ടാതെ പോകുന്ന സ്ത്രീയുടെ ആ ചങ്കുവേദന മനസ്സിലാവില്ല. അല്ലെങ്കിൽ പേരിലൊരു ചെറിയ വ്യത്യാസം ഉള്ളതിൻ്റെ പേരിൽ പുറത്തുള്ള പഠനങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട, അതിന് കൃത്യമായ ഡോക്യുമെൻ്റ് വരാത്തതിൻ്റെ പേരിൽ ഓരോ ദിവസവും വൈകിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ വേദന മനസ്സിലാവില്ല. അപ്പോൾ നിയമങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരാമെന്നുള്ള പ്രധാനം. നിയമം പാലിക്കേണ്ടവർ, നിയമം ശ്രദ്ധിക്കേണ്ടവരൊക്കെ വാസ്തവത്തിൽ ധ്യാനിക്കേണ്ടത് ഈ സ്നേഹത്തെ. എല്ലാ നിയമവും ഇങ്ങനെ മനുഷ്യൻ്റെ റെസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കാനും പഠിപ്പിക്കാനുമായിട്ടാണ് യേശു ശ്രമിച്ചത്. അതാണ് അതിൻ്റെ ശരി. എങ്ങനെയാണ് 10 കൽപ്പനകൾ ആരംഭിച്ചത്? 10 എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റാണ്. ആ 10 കൽപ്പന അന്യൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? നാമത്തെ റെസ്പെക്റ്റ് ചെയ്യുക, അന്യൻ്റെ മനസാക്ഷിയെ റെസ്പെക്റ്റ് ചെയ്യുക, അന്യൻ്റെ പങ്കാളിയെ റെസ്പെക്റ്റ് ചെയ്യുക, അന്യൻ്റെ വസ്തുക്കളെ റെസ്പെക്റ്റ് ചെയ്യുക. ഇങ്ങനെ അവരിനോട് അന്യൻ്റെ ഇതൊക്കെ 10 കൽപ്പന കൃത്യമായ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു ഘടകത്തിനകത്ത് ആധാരമാണ്. അത്തരം റെസ്പെക്റ്റ് വർത്തമാനകാല നീതിക്കകത്ത് നമ്മൾ പുലർത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അത് വല്ലാതെ കഠിനമാകുന്നു, നനവില്ലാതെയായി മാറുന്നൊക്കെ ഓർക്കുമ്പോൾ വെറുതെ ഓർമ്മിച്ചു കൊള്ളണം, നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിയമത്തെ സ്നേഹത്തിൽ സ്നാനം ചെയ്യിപ്പിക്കുക. മനുഷ്യനാണ് പ്രധാനം. മനുഷ്യനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഹൃദയം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ആ നിയമനിഷ്ഠ കൊണ്ട് തങ്ങളുടെ ജീവിതം മെച്ചമാക്കുമെന്ന് കരുതുന്ന, സ്വയം നിയമം പാലിക്കുന്ന വഴി തങ്ങൾ ഭേദപ്പെട്ട മനുഷ്യരെന്ന് കരുതുന്ന എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ സഭയുടെയൊക്കെ പ്രതലത്തിലുമൊക്കെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വിഷമം അനുഭവിച്ചു. ഒരു ലളിതമായ ഉദാഹരണത്തിനായിട്ട് ഈ കുറി കൊണ്ടുവരിക എന്ന് പറഞ്ഞ കാര്യം. കാരണം ഒരു വ്യക്തി എന്താണെന്നൊക്കെ അറിയണമെന്ന് നിശ്ചയമായിട്ട് അയാളുടെ ഒരു സാധുവുള്ള കാര്യങ്ങളാണെന്നൊക്കെ അറിയേണ്ട ഒരു ബാധ്യത എല്ലാ കോൺട്രാക്റ്റിനകത്തുമുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു കൂദാശയ്ക്കും ഒരേ സമയത്ത് ഒരു ഉടമ്പടിയും ഒക്കെ ഒരു കോൺട്രാക്റ്റ് കൂടിയാണല്ലോ ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ നിശ്ചയമായിട്ടും അതിനൊരു കൃത്യമായൊരു സാക്ഷ്യപത്രം ആവശ്യമുണ്ട്. പക്ഷേ അറിയാവുന്ന വ്യക്തികൾ കല്യാണത്തിന് നേരത്തെ വരുമ്പോഴേക്കും എങ്ങനെയോ അതിനെ ഏൽപ്പിച്ചൊരു വ്യക്തി അതിങ്ങനെ എടുക്കാനായിട്ട് മറന്നുപോയി. ഏതാണ്ട്
2.5 മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് ഈ പറഞ്ഞ ഇടത്തിൽ നിന്ന് ആ കാര്യമായിട്ട് മടങ്ങി വരാനായിട്ട്. ഒരു ഫോൺ കോളിൽ ഒരു അച്ഛന് വേറൊരു അച്ഛനോട് പറഞ്ഞു തീർക്കാവുന്ന അല്ലെങ്കിൽ വെരിഫൈ ആവുന്നൊരു കാര്യത്തിന് മീതെ വന്ന അതിഥികളും ഈ മണവാട്ടിയും മണവാളിനും ഒക്കെ ഇങ്ങനെ പള്ളിക്ക് മുറ്റത്ത് നിന്ന ഒരു കുഞ്ഞ് കാഴ്ചയുടെ ഒരു വ്യക്തിപരമായ വിഷമം ഇത് പറയുമ്പോൾ ഉണ്ട്. നിയമത്തിൻ്റെ യേശു കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എത്ര ബുദ്ധിപൂർവമായിട്ടാണ് നമ്മൾ തെന്നിമാറുന്നത്. 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നിയമത്തെ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന മനുഷ്യൻ, നിയമത്തെ സ്നേഹം കൊണ്ട് സ്നാനപ്പെടുത്തുകയും ശുദ്ധവുമാക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയുടെ അവകാശം പറയുന്നവരിൽ നിന്ന് ഇത്രയും അപാകതകൾ സംഭവിച്ചുകൂടാ. മനുഷ്യനാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യൻ നിരക്കുന്ന, മനുഷ്യന് ആദരവ് കൊടുക്കുന്ന, മനുഷ്യന് സ്നേഹം കൊടുക്കാത്ത എല്ലാ കാര്യങ്ങളെയും ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് വളരെ പോസിറ്റീവായ റിബലായിട്ട് തൻ്റെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റും. അത്തരം റിബലുകളുടെ വംശം നമ്മുടെ കാലത്തിൽ ചുരുങ്ങിപ്പോകുന്നുണ്ട്. നിയമം ലംഘിച്ചുകൊണ്ട് നിയമത്തെ പൂർത്തിയാക്കുന്ന മനുഷ്യരുടെ റിബലുകളുടെ കാലം വരാനിരിക്കുന്നേ ഉള്ളൂ. ബിംബിസാര രാജാവും ബുദ്ധനുമിടയിൽ സംഭവിച്ചൊരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് ഈ വിചാരം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ, മതസംഹിതകൾ, ഗുരുവചനങ്ങൾ, ഇവയുടെയൊക്കെ മൂല്യം എന്തെന്നറിയാനായിട്ട് ബുദ്ധയോട് ബിംബിസാര ചോദിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെയൊക്കെ മൂല്യം? ബുദ്ധ പറഞ്ഞു, ഒരു വലിയൊരു തുലാസുണ്ടാക്കുക, എന്നിട്ട് ഒരു തട്ടിൽ ഇങ്ങനെ കിൻഡിൽ കണക്ക് വരാവുന്ന വലിയ താളികളുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചു. ആ തട്ടിങ്ങനെ കുത്തനെ താണ് കിടക്കുക. എന്നിട്ട് പറഞ്ഞു, ഇനി പാടത്ത് പണി ചെയ്യുന്ന ഒരു ചെറുമ ബാലനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു 10-20 കിലോ പോലും തൂക്കമില്ലാത്ത ഒരു മെല്ലിച്ചൊരു കുഞ്ഞ് വന്നു. അവനെ മറ്റേ തട്ടിലിരുത്തി. അവൻ ആ തട്ടിലിരുന്ന സമയത്ത് ഇങ്ങനെ റാത്തലുകളോളം തൂക്കമുള്ള ഈ താളിയോല ഗ്രന്ഥങ്ങളുടെ തട്ട് ഉയർന്നു പൊങ്ങുകയും കുഞ്ഞിൻ്റെ തട്ട് താണു വരികയും ചെയ്തു. മാൻ ഈസ് ദി അൾട്ടിമേറ്റ്. മനുഷ്യനെ ഇകഴ്ത്താനല്ല, വാഴ്ത്താനാണ് എല്ലാ നിയമങ്ങളും നിലനിൽക്കേണ്ടത്. ഒരു പള്ളിമുറ്റത്ത് നിന്ന് 30 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നന്നായിട്ട് ശ്രദ്ധിക്കണം. മനുഷ്യർ ശാപത്തിന് വേണ്ടിയുള്ളതല്ല, ശാപത്തുകളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാവണം. നിയമങ്ങളൊക്കെ കുറേ കൂടി മനുഷ്യനിലേക്ക് ബന്ധപ്പെടുന്ന, അവനോട് അനുഭാവം കാട്ടുന്ന, അവന് പ്രകാശം കൊടുക്കുന്ന ആന്തരികമായ അനുഭവമായി മാറുന്ന കാലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.